എല്ലാവർക്കും നമസ്തേ. ഞാൻ ശ്രീരേഖ രേഖാമണൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു. പാക്കുകളും ഹെയർ മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വളരെ നന്ദിയുണ്ട് കേട്ടോ, സന്തോഷമുണ്ട്. നമ്മൾ ഓരോന്നും ഉപയോഗിച്ച് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ എണ്ണകൾ മാറി മാറി തേക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അതും വളരെയധികം നല്ലത്. അപ്പം തേക്കുമ്പോൾ ഒരുപാട് എടുത്ത് തേക്കരുത്, കുറേശ്ശെ എടുത്ത് തേച്ചിട്ട് വേണം അത് നമുക്ക് നമ്മളുടെ മുടിയും തലയൊക്കെ ആക്സെപ്റ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ വേണം തേക്കാൻ. അത് കഴിഞ്ഞ് പിന്നെ ശീലമായ കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും തേക്കാം കേട്ടോ. പിന്നെ നീലഭൃങ്ങാതിയുടെ കാര്യം ചോദിച്ചു. നീലഭൃങ്ങാതി തേച്ചിട്ട് മുടി പിന്നെ നിർത്തിയപ്പോൾ മുടി കൊഴിഞ്ഞു പോയിരുന്നു. അത് നീലഭൃങ്ങാതി മാത്രമല്ല, പലരും അത് ആവണക്കെണ്ണയുടെ കാര്യം അങ്ങനെ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഞാൻ തേക്കാറുണ്ട്, മാറി മാറിയാണ് തേക്കുന്നത്, ദിവസവും അടുപ്പിച്ച് തേക്കാറില്ല. എണ്ണകൾ പലതും യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലൊരു എണ്ണയായിട്ടാണ് ഞാൻ നീലഭൃങ്ങാതി എണ്ണ തേക്കുന്നത് കേട്ടോ. നീലഭൃങ്ങാതി എണ്ണ തേച്ചിട്ട് പിന്നെ നിർത്തിയിട്ട് അങ്ങനെ ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ആൻറ്റിയോട് ചോദിച്ച് നോക്കണം, ആൻറ്റി ഇത് കൂടാതെ പാക്ക് പിന്നെ മുടിയുടെ ട്രീറ്റ്മെൻറ്റ്, മുടി കെയർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ കേട്ടോ. അത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ മുടിയുടെ 3 സ്റ്റേജസ് ഉണ്ടല്ലോ, ആ സ്റ്റേജസിൽ വരുന്ന വ്യത്യാസം കൊണ്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാവാം കേട്ടോ. അങ്ങനെ മുടി കൊഴിച്ചിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ വേണ്ട പരിചരണം കൊടുത്തില്ലെങ്കിൽ മുടിയെല്ലാം പോകും കേട്ടോ. അപ്പോൾ എണ്ണയുടെ കുഴപ്പം കൊണ്ടാണോ എന്ന് നമുക്ക് പറയാനും പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അറിവ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. കാരണം ഞാൻ എണ്ണകളൊക്കെ മാറി മാറി തേക്കാറുണ്ട്. ഇപ്പോൾ ആവണക്കെണ്ണയെ കുറിച്ചിട്ടും ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ആവണക്കെണ്ണ തേച്ചിട്ട് പിന്നീട് തേക്കാതിരിക്കുമ്പോൾ മുടിയെല്ലാം പോകുമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എണ്ണകൾ മാറി മാറി ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഉരിപ്പോക്കിനെ കുറിച്ചിട്ട് എണ്ണ നിർത്തിയ മൂലമുള്ള ഒരു ഉരിപ്പോക്ക് അനുഭവത്തിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ മുടി ഇതുപോലെ കെയറിങ്, ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് ടിപ്സും കാര്യങ്ങളും ഹെയർ മാസ്ക് ഒക്കെ ചെയ്യാറുണ്ടോ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ പിന്നെ പറയാറുള്ള പോലെ സൈക്ലിങ്ങിൻ്റെ ഭാഗമായിട്ടും മുടി കൊഴിച്ചിൽ പോകാട്ടോ. അപ്പം നമ്മൾ വിചാരിക്കുക എണ്ണ നിർത്തിയിട്ടാണെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. എന്തായാലും എങ്ങനെയൊക്കെ തന്നെ ആയാലും നമ്മൾ നമ്മളുടെ മുടി ഇതുപോലെ സംരക്ഷിച്ച് ഹെയർ മാസ്കുകൾ പലതരം ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ എണ്ണ പോയിട്ടുണ്ട്, എണ്ണ തേച്ചിട്ട് മുടി ഇങ്ങനെ പോയിട്ടുണ്ട്, തിക്നെസ് ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മളുടെ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറയൂ കേട്ടോ. അപ്പോൾ അതോടുകൂടി പോയ മുടിയെല്ലാം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പ്രത്യേകിച്ചും ചെമ്പരത്തി പോലുള്ള താളികളൊക്കെ തേക്കുമ്പോഴത്തേക്കും മുടി ധാരാളം വരും കേട്ടോ. പോയ മുടിയെല്ലാം തിരിച്ചു വരും. മുടി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക, ഡ്രൈനെസ് ഇല്ലാതിരിക്കുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് മുടിയെ കുറിച്ചിട്ട്. നമ്മൾ എപ്പോഴും നോക്കുക, പരിപാലിക്കുക കേട്ടോ. അതല്ലെങ്കിൽ ഇതുപോലെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് പോകാം. അപ്പോൾ എല്ലാവരും ഇഞ്ച കേട്ടിട്ടുണ്ടല്ലോ, ഇഞ്ച. ഈ ഇഞ്ച വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് നമ്മൾ ചതച്ചിട്ട് വെള്ളത്തിലിട്ടാൽ, കുതിർത്തിയിട്ട് ചതച്ച് വീണ്ടും അല്പം വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞ് ഞെരടി 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 എടുക്കുക ഇഞ്ചി. എടുത്തിട്ട് ആ വെള്ളം അരിച്ചെടുത്ത് ആ വെള്ളം നമുക്ക് തലോട്ടിലും തലമുടിയിലൊക്കെ തേക്കണം കേട്ടോ. അത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേൻ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല, താരൻ പോകും, മുടിയുടെ അഴുക്ക് പോകും, സ്കിന്നിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. തലോട്ടിലൊക്കെ തേച്ച് കൊടുക്കുമ്പോഴത്തേക്ക് സ്കാൽപ്പിൽ അതിൻ്റെ വെള്ളമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇഞ്ച എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇഞ്ച എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഇതാണ് ഇഞ്ച അല്ലേ. അപ്പോൾ ഇത് നമ്മൾ അല്പം എടുക്കാം, ഇങ്ങനെ ഇത് ഇങ്ങനെ വെട്ടി, നമുക്ക് വേണമെങ്കിൽ വെട്ടി എടുക്കാം. എടുത്തിട്ട് ഒന്ന് കുതിർത്തിയിട്ട് ചതച്ചിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം. എന്നിട്ട് ആ വെള്ളം നമ്മൾ അരിച്ച് പിഴിഞ്ഞെടുത്തിട്ട് ഒന്നില്ലെങ്കിൽ ആ വെള്ളം നമുക്ക് ഡയറക്റ്റ് തേക്കാം. അതല്ലെങ്കിൽ ഈ വെള്ളത്തിൽ മറ്റേ താളി പോലെയുള്ള
വെള്ളിളം താളി അല്ലെങ്കിൽ ചെമ്പരത്തി താളി പിന്നെ ഇടിച്ചു പിഴിഞ്ഞ് എടുക്കാം ആ വെള്ളത്തിൽ. അതും അല്ലെങ്കിൽ പിന്നെ നമുക്ക് നെല്ലിക്കപ്പൊടിയോ എന്തെങ്കിലും ആ വെള്ളത്തിൽ കലക്കി തേക്കാം. എങ്ങനെയായാലും ഈ ഇഞ്ചി ഇട്ട വെള്ളം നമുക്ക് നല്ലതാണ് കേട്ടോ, തലമുടിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അമ്പലങ്ങളിലൊക്കെ പ്രതിഷ്ഠ ഉണ്ടാകുമല്ലോ, അപ്പോൾ നമ്മൾ ഇതൊക്കെ കൽപ്രതിമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, തിരുമേനിമാർ ധാരാളം എണ്ണ ഇട്ട് കുളിപ്പിച്ചിട്ട് ഇഞ്ചി ഇട്ട് ഉരച്ച് കുളിപ്പിക്കണ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാത്തിനും നമ്മൾക്ക് വളരെയധികം ഉപയോഗപ്രദമാണ് കേട്ടോ ഇഞ്ച കൊണ്ട് നമുക്ക് പല ഗുണങ്ങളുണ്ട് കേട്ടോ. ആയുർവേദത്തിൽ ഇഞ്ചിക്ക് നല്ലൊരു സ്ഥാനം തന്നെയാണ് ഉള്ളത് കേട്ടോ. പാമ്പ് കടിച്ചാലുള്ള വിഷമൊക്കെ പോകും ഇഞ്ചി നീരെടുത്തിട്ട് കൊടുക്കാൻ, അങ്ങനെ വൈദ്യന്മാർ പണ്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും ഉത്തമമാണ്. ഇഞ്ച കിട്ടാൻ വഴിയുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ഇഞ്ച, എല്ലാവരും ശ്രദ്ധിച്ചോളൂ, ഇതാണ് കേട്ടോ ഇഞ്ച കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ഇതുപോലെ അല്പം കീറി വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് ഇടാം. അപ്പോൾ നമുക്ക് പതപത് പോലെ വരും, നേരിയ രീതിയിൽ. ആ വെള്ളം തലമുടിയിലും തലയോട്ടിലൊക്കെ തേക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആ ഇഞ്ച ഇട്ട് വെള്ളത്തിൽ നമുക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെയുള്ള ആയുർവേദ പൊടികൾ ഇട്ടിട്ട് നമുക്ക് തല തേക്കാം. നെല്ലിക്കപ്പൊടി ഇട്ട് ഒന്നുകൂടി ബെസ്റ്റാണ് കേട്ടോ. നമ്മളെ മുടിയുടെ അടുക്കൊക്കെ പോയിട്ട് മുടി നല്ല സൂപ്പർ ആവും കേട്ടോ. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിന് മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ ഈ ടിപ്സ് എന്തിനാ പലതരം ടിപ്സ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമുണ്ട് തേക്കുമ്പോൾ കേട്ടോ. അത് ഇന്നലെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലർക്കും പലതരം മാറി ഉപയോഗിക്കുമ്പോൾ റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ചിലവർക്ക് ചിലത് തന്നെ ഉപയോഗിച്ചാലായിരിക്കും കൂടുതൽ റിസൾട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് നമ്മളുടെ സൗകര്യം അനുസരിച്ചിട്ട് നമ്മളുടെ എളുപ്പം ഏതാണോ അതിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. മുടി ഇതുപോലെയുള്ള വർഷക്കാല പരിചരണം, പിന്നെ വേനൽക്കാല പരിചരണം അതിനൊക്കെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഏത് തരത്തിൽ അതിന് മുടിക്ക് സംരക്ഷണം നൽകാമെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. വർഷക്കാലം വരുമ്പോൾ അധികം എണ്ണകൾ തേച്ച് മുടി മോശമാക്കരുത്. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നീലിഭൃങ്ങാതി ആണ് കേട്ടോ ഇത്, നീലിഭൃങ്ങാതിയാണ്. അപ്പോൾ ഈ നീലിഭൃങ്ങാതി നമുക്ക് തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം, തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. കടുകെണ്ണ ഇതുപോലെ കടുകെണ്ണ തേക്കുമ്പോൾ ഞാൻ കടുകെണ്ണയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കടുകെണ്ണയെ കുറിച്ചിട്ട് സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ ഈ കടുകെണ്ണ ഇത് നമ്മൾ ആവണക്കെണ്ണ പോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് തേക്കില്ല കേട്ടോ. നമ്മളുടെ ഹോം മെയ്ഡ് ഓയിലോ വേറെ ഏതെങ്കിലും ഓയിലായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് കടുകെണ്ണ തേക്കാം കേട്ടോ. മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് കടുകെണ്ണ. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു നോക്കൂ കേട്ടോ. മുടി വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമാണ് കടുകെണ്ണ. നോർത്ത് ഇന്ത്യയിലൊക്കെ ഫുഡൊക്കെ നമ്മളെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന പോലെ അവർ കടുകെണ്ണയാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കാനും എന്തെങ്കിലും വറക്കാനൊക്കെ എല്ലാത്തിനും കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കടുകെണ്ണയ്ക്ക് കുറച്ച് കട്ടിപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ എണ്ണയായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം തേക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇട്ടിട്ടുണ്ട് വീഡിയോ, കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. ഏറ്റവും ബെസ്റ്റാണ് ഈ കടുകെണ്ണ എന്നൊക്കെ പറയുന്നത്. അതുപോലെ നമുക്ക് ആവണക്കെണ്ണ ഉപയോഗിക്കാം കേട്ടോ. ആവണക്കെണ്ണ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഉലുവ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൽ 2-3 ഡ്രോപ്സ് ആവണക്കെണ്ണ ഒഴിച്ച് വയ്ക്കാം. പിറ്റേ ദിവസം ഞെരടി പിഴിഞ്ഞെടുക്കുന്ന ആ കഞ്ഞിവെള്ളം, ഉലുവ ഞെരടി പിഴിഞ്ഞ് അരിച്ചെടുക്കുന്ന കഞ്ഞിവെള്ളം, ആ കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ ആവണക്കെണ്ണയും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമാണ് കേട്ടോ അത്. ആവണക്കെണ്ണ നമ്മൾ ഒറ്റയ്ക്ക് തേക്കില്ല, ഇത് ഈ കടുകെണ്ണ പറഞ്ഞ പോലെ തന്നെ. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണണം കേട്ടോ. നല്ല മുടി. അപ്പോൾ ഈ ഒറ്റയ്ക്ക് തേക്കുമ്പോൾ കട്ടിപ്പും കൊഴുപ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ടിട്ടാണ് ഒന്നില്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ കാടിവെള്ളത്തിലോ അതല്ലെങ്കിൽ നമ്മൾ തേക്കുന്ന ഏതെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ ആ എണ്ണയുടെ കൂടെ മിക്സ് ചെയ്തോ നമുക്ക് ഇത് ആവണക്കെണ്ണ ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെയാണ് കടുകെണ്ണയും. ഇതിനൊക്കെ കുറച്ച് കട്ടിപ്പ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് പശ പോലെ ഒട്ടിയിരിക്കും തേക്കുമ്പോൾ. അപ്പം നമുക്ക് നമ്മളുടെ ഈ 2 ഗുണമുണ്ട്. അപ്പോൾ ഉലുവ വെള്ളത്തിൽ
അതായത് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് പിറ്റേ ദിവസം അത് എടുക്കാം, കുളിക്കണം, കഞ്ഞിവെള്ളം കുളിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ പിറ്റേ ദിവസം എടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ, ഈ കഞ്ഞിവെള്ളത്തിൽ ഉലുവ കുതിർത്തിടുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഡ്രോപ്സ് ആവണക്കെണ്ണ ഒഴിച്ച് വയ്ക്കുക അതിൽ. അപ്പോൾ ഈ കഞ്ഞിവെള്ളം മുഴുവനും നമുക്ക് ആ ആവണക്കെണ്ണ പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ പിറ്റേ ദിവസം ഞെരടിപ്പിഴിഞ്ഞെടുക്കുമ്പോൾ കഞ്ഞിവെള്ളത്തിൽ തല കഴുകുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും. ആവണക്കെണ്ണ തേക്കുന്ന പോലെയാണല്ലോ തലമുടിയിലും അതുപോലെ തലോട്ടിലും പിന്നെ ഈ അറ്റം വരെ, മുടിയുടെ അറ്റം വരെയൊക്കെ നമുക്ക് ഇതുപോലെ ആവണക്കെണ്ണ തേച്ച് റിസൾട്ട് കാണാൻ പറ്റും. ഈ മുടിയുടെ ലെങ്ത് കണ്ടോ, കുറവാണ് കേട്ടോ. ഇതാണ് ഞാൻ എപ്പോഴും പറയാറ്. ഇതൊക്കെ പോയി വരുന്ന മുടിയാണ് കേട്ടോ. അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും മുടിയുടെ ലെങ്ത് കുറവാണ്. അതൊക്കെ പോയി വന്ന മുടികളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മുടി പോയെന്ന് വെച്ചിട്ട് സങ്കടപ്പെടണ്ട കേട്ടോ. നമ്മുടെ ടിപ്സും കാര്യങ്ങളൊക്കെ മാറി മാറി ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഈ നെല്ലിക്ക ജ്യൂസും പിന്നെ നമ്മുടെ അലോവരയും കൂടി ജ്യൂസ്, അത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, നല്ല റിസൾട്ട് കിട്ടി. തിക്നെസ് ഉണ്ട്, മുടി വളർന്നു പെട്ടെന്ന്. നമുക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി എന്നോട് പറഞ്ഞത് ഈ കാര്യം കേട്ടോ, ഉപയോഗിച്ചവർ. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി നമുക്കൊരു എനർജി പവർ കൂടി കിട്ടും കേട്ടോ ജ്യൂസ് കുടിക്കുമ്പോൾ. അപ്പോൾ ജ്യൂസുകളൊക്കെ മാറി മാറി കുടിച്ചോളൂ. സിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ അലോവര ജ്യൂസ് കഴിക്കുന്നതോടുകൂടി മാറും കേട്ടോ. അലോവര ജാം ഉണ്ട്, അപ്പോൾ ഈ ജാം കഴിച്ചിട്ട് സിസ്റ്റ് വരെ, അതായത് ട്യൂമർ വരെയും പോയിട്ടുണ്ട്. നമ്മുടെ ക്ലിനിക്കിലൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ മുടി ധാരാളം വളർന്നുകൊണ്ടിരിക്കും ജാമൊക്കെ കഴിക്കുമ്പോൾ കേട്ടോ. മുഖത്തിനും തന്നെ മാറ്റം വരും. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ റിസൾട്ട് നമ്മുടെ ഫേസിലും ഉണ്ടാവും കേട്ടോ. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവരും ഭംഗിയായി സൂക്ഷിക്കാൻ മുടി കേട്ടോ. അപ്പം ഇതുപോലെ വെള്ളം കുടിക്കാൻ ധാരാളം കേട്ടോ. ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. പിന്നെ സംശയങ്ങൾ അങ്ങനെ ഓരോരുത്തർക്കും മുടി ഊരി പോകുന്നത് എന്തെങ്കിലും വേറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കാം കേട്ടോ. അപ്പം നമ്മളത് എണ്ണയിൽ തന്നെ നമ്മൾ ചിന്തിക്കണ്ട കേട്ടോ. ഇതുപോലെ പലർക്കും ഉണ്ടാവും സംശയങ്ങൾ. എന്നോട് ഇങ്ങനെ ആവണക്കെണ്ണയുടെ കാര്യം ചോദിച്ചിട്ടുണ്ട്. ആവണക്കെണ്ണ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിർത്തിയാലും മുടി ഊരി പോകുന്നുണ്ടോ എന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണകൾ മാറി മാറി തേക്കാൻ പറയുന്നത്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഒരു എണ്ണ തേക്കുന്നില്ലല്ലോ, മാറി ആദ്യം തേക്കുമ്പോൾ അല്പം തേക്കുക. എണ്ണാന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഗുണമുണ്ട് നമുക്ക്. പിന്നെ അതുപോലെ അലോവര, കറ്റാർവാഴ കേട്ടോ. കറ്റാർവാഴയിൽ ഒലിവ് ഓയിൽ തേച്ച മുടിക്ക് നല്ല ബ്ലാക്കും കിട്ടും. പിന്നെ അതുപോലെ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി മുടി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഒരുപാട് പേർക്ക് വോളിയമൈസ് ചെയ്യുമ്പോൾ മുടി, അതായത് നല്ല തിക്നെസ് തോന്നാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണത്. അത് ചെയ്ത് കഴിയുമ്പോൾ മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥയുണ്ട്. പലരും കംപ്ലൈൻറ്റ് പറഞ്ഞു കേട്ടോ. മുടി ഇവിടെ നിന്നേ പൊട്ടിപ്പോയി, നീളമൊക്കെ കുറഞ്ഞ് ഒട്ടും ഉള്ളില്ലാത്ത ഷൂ പോലെ കിടക്കണ അവസ്ഥ. അതൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എൻ്റെ മുടിയെല്ലാം പോയി. പലരും, ഒരാളല്ല കേട്ടോ, പലരും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം, ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഏറ്റവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഈ നമ്മുടെ ഇതായിരിക്കും കേട്ടോ. ആയുർവേദം പൊടികൾ കൊണ്ടുള്ളതും അതുപോലെ ആയുർവേദ പ്ലാന്റ് കൊണ്ടുള്ളതും നമ്മൾ ഇതുപോലെ ഹെയർ മാസ്ക് ഉണ്ടാക്കി തലയിൽ തേച്ചാൽ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ. എന്നും മുടിക്ക് ഗുണം ഉണ്ടാവുള്ളൂ കേട്ടോ. പല പുതിയ ഇതൊക്കെ വെച്ച് നമ്മൾ പോകുമ്പോൾ അപ്പോഴത്തെ ആ കുറച്ച് നാളത്തെ ഒരു വ്യത്യാസം അല്ലാതെ പിന്നെ നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ ആ ഓയിൽ പോലും നമുക്ക് നഷ്ടപ്പെടും മുടിയുടെ കേട്ടോ. മുടി പൊട്ടിപ്പോകും, ഉള്ളു കുറയും. ഇതുപോലെ കാണിച്ചു വന്നു. നല്ല തിക്ക് ഉണ്ടായതാണ്, പക്ഷെ അതിന് പോരാന്നും പറഞ്ഞ് പിന്നെയും ചെയ്തു കഴിഞ്ഞപ്പോൾ നല്ല ഷൂ പോലെ ആയി. മുടി ഇവിടുന്നേ ഒക്കെ പൊട്ടി പോകണം. അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പൊട്ടിപ്പോയതാണെന്ന്. അപ്പം നമ്മളുടെ ഈ ചുറ്റിനുമുള്ള എന്നും പറയുന്ന പോലെ നമ്മളുടെ വീടും പറമ്പിലും മുറ്റത്തൊക്കെ ഉള്ള ഈ ആയുർവേദ ചെടികൾ ഉപയോഗിച്ചിട്ടുള്ള പാക്ക്, അത് നിങ്ങൾ 100% ധൈര്യമായിട്ട് തേച്ചോളൂ. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് മുടിക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. മുടി ധാരാളം വളർന്നുകൊണ്ടിരിക്കും
കേട്ടോ. മുയൽ ചെവി, പൂവാങ്കുരുന്നില, ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് അതുപോലെ കീഴാർനെല്ലി മഞ്ഞപ്പിത്തത്തിന് ഏറ്റവും ബെസ്റ്റാണ്. അത് തലമുടി വളരാനും ബെസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടുള്ള താളി ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കീഴാർനെല്ലിയൊക്കെ കണ്ടാൽ കളയണ്ട കേട്ടോ. അതൊക്കെ നമുക്ക് താളിയായിട്ട് തലമുടിയിൽ ഉപയോഗിക്കാം. അതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ കീഴ് നെല്ലിക്ക പോലെ ഉണ്ടാവും, അതിനാണ് കീഴാർനെല്ലി എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് താളിയായിട്ട് ഉപയോഗിച്ച് തേക്കാം കേട്ടോ. അതുപോലെ കയ്യുണ്ണിയത്തിൻ്റെ അത് കേട്ടോ, താളി ഇതുപോലെ നമുക്ക് ഈ ആയുർവേദ ചെടികൾ മിക്കതും നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല, മുടി കൊഴിഞ്ഞും പോകില്ല, മുടി പൊട്ടിപ്പോകില്ല, നഷ്ടപ്പെടില്ല. 100% ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. 10 പൈസ പോലും ചിലവില്ലാതെ നമുക്ക് മുടിയുടെ ട്രീറ്റ്മെൻറ്റ്, അതായത് ഈ ആയുർവേദ ചെടി കൊണ്ടുള്ള പാക്ക് ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അത് യാതൊരു സൈഡ് എഫക്റ്റും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. മുടി നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. അതുപോലെ ഷാമ്പൂവിൻ്റെ ഉപയോഗം കൂടുമ്പോൾ അതും നമുക്ക് മുടി കൊഴിച്ചിൽ കാരണമാകും. അപ്പോൾ നമ്മൾ മുടി കൊഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ ഒന്ന് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നാളെ കാണാം കേട്ടോ. എല്ലാവർക്കും നല്ല വരട്ടെ.